നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾ അവസാനിച്ചല്ലോ. ഇനി നമ്മൾ റൗണ്ട് ഓഫ് 16ലേക്ക് പോകുന്നു. ഇന്ന് മുതൽ തന്നെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഫിക്സറിൽ ആർക്കാണ് എളുപ്പം, ഏതാണ് ബുദ്ധിമുട്ടേറിയ പോരാട്ടങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യ മത്സരം നമ്മൾ ഇന്ന് രാത്രി തന്നെ കാണും. രാത്രി 10:30 പോരാട്ടമാണ്. കാനഡയും മൊറോക്കോയും തമ്മിലുള്ള കളിയാണ്. തീർച്ചയായിട്ടും കാനഡ മൊറോക്കോ എന്ന് പറയുമ്പോൾ കാനഡ ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് മൊറോക്കോയെ തോൽപ്പിക്കാൻ നിലവിലെ മൊറോക്കോയുടെ ഫോമിൽ അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ഉള്ള മാച്ചായിരിക്കും എന്നാണ്. മത്സരം മൊറോക്കോ വിജയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതേസമയം രാത്രി 2:30 എന്ന് പറഞ്ഞാൽ നാളെ പുലർച്ചെ 2:30 പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് മത്സരം. ഈ കളിയെ സംബന്ധിച്ചിടത്തോളം പരാഗ്വയാണ് ജർമ്മനിക്ക് മടക്ക ടിക്കറ്റ് കൊടുത്തത്. വലിയ രൂപത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും ഗുസ്താവോ അൽഫോറയുടെ ടീം. ഏതായാലും ഒരു പോരാട്ട വീര്യം കാണിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പക്ഷേ ഫ്രാൻസിൻ്റെ വെടിച്ചില് മുന്നേറ്റ നിര പരാഗ്വയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. ഫ്രാൻസ് ആ ഒരു ഡിഫൻസിൻ്റെ വെല്ലുവിളി പൊളിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിൽ വിജയിച്ച് കയറാൻ തന്നെയാണ് സാധ്യത. അത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മാച്ചല്ല. ബട്ട് ഫ്രാൻസിനൊരു ചെറുത്ത് നിൽപ്പ് പ്രതീക്ഷിക്കണം. അടുത്ത കളി നമ്മൾ നാളെ പുലർച്ചെ 1:30 കാണുന്ന മത്സരമാണ്. അത് ബ്രസീലും നോർവേയും തമ്മിലുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും നോർവേയുടെ മുന്നേറ്റ നിരയിൽ സൂപ്പർ താരങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ആൾ ഏർലിംഗ് ഹാലൻഡ് തന്നെയാണ്. പിന്നെ അവർക്ക് മികച്ച താരങ്ങളുണ്ട്. ഒഡേഗാർഡിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവരുടെ നിരയിലുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ഡിഫൻസിനും അവരുടെ മധ്യനിരക്കും ഒന്നും അത്ര ബ്രസീലിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു കെൽപ്പുണ്ട് എന്ന് കരുതുന്നില്ല. പോരാടും നോർവേ, പക്ഷേ ബ്രസീൽ വിജയിച്ച് കയറാൻ തന്നെയാണ് സാധ്യത. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് മാച്ചായിട്ട് കണ്ടാൽ മതി. ടു ഈസി അല്ല, പക്ഷേ വെരി ഹാർഡുമല്ല. ആ കാറ്റഗറി പെടുത്തേണ്ടി വരും. മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടം നാളെ പുലർച്ചെ 5:30 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂളിൽ മാറ്റം ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് കൺഫേംഡ് ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ആ ഒരു കളി തീർച്ചയായിട്ടും സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടമായിരിക്കും. മെക്സിക്കോ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഫോമിൽ നിൽക്കുന്നു. ടുഷലിൻ്റെ ടീമായിട്ടുള്ള ഇംഗ്ലണ്ടും മികച്ച രൂപത്തിലാണ് പോകുന്നത്. ടുഷൽ പറയുന്നുണ്ട് ആൾട്ടിറ്റ്യൂഡും മറ്റുമൊക്കെ ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഈ കളിയിൽ ഞങ്ങൾക്കുണ്ട് എന്ന്. അപ്പോൾ ഈ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 16 ഒരു സൂപ്പർ പോരാട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന മാച്ചാണ്. സൂപ്പർ പോരാട്ടം വേറെ കിടപ്പുണ്ട്, അത് സൂപ്പർ ക്ലാസിക്കോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ളൊരു പോരാട്ടം അവിടെ കിടപ്പുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നല്ല ഡ്യുവൽ നമുക്ക് കാണാൻ കഴിയും എന്ന് ഉറപ്പിച്ചു പറയേണ്ട കളി ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ പോരാട്ടം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത മത്സരം തിങ്കളാഴ്ചത്തെ കളിയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ 12:30 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. അത് തന്നെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഫിക്സറിലെ ഏറ്റവും കടുപ്പമേറിയ മത്സരം. അപ്പോൾ അതിലാരും ജയിക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ നമ്മൾ മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടം തീർച്ചയായിട്ടും നമുക്കൊരു പ്രവചനം അത്ര സാധ്യമല്ലാത്ത കളിയാണ്. നിങ്ങൾക്കറിയാലോ, അത് മെക്സിക്കോയുടെ മിന്നും ഫോമൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ അവർ വശം കെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മെക്സിക്കോ മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാലും ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ സ്റ്റഡഡ് ടീമിൽ ആരെയും മറികടക്കാനും പറ്റും. നമ്മളൊരു പ്രഡിക്ഷൻ പറഞ്ഞാൽ മെക്സിക്കോ മുന്നോട്ട് പോകും എന്നാണ് ഹോം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നത്. അതേസമയം പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ അങ്ങനെയല്ല. രണ്ട് ടീമും തമ്മിൽ നേരത്തെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടി, ഒരു വർഷം മുമ്പ് ഏറ്റുമുട്ടി. അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കളി തീരുമാനമായത്. പോർച്ചുഗലാണ് അന്ന് കിരീടം ചൂടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ടീമുകളാണ്, സെയിം സ്ക്വാഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം എന്ന രൂപത്തിലോ ഒരു പോരാട്ട വീര്യം നടക്കുന്ന ഒരു മത്സരം എന്ന രൂപത്തിലോ ഒക്കെ വേണം ഇതിനെ കാണാൻ. രണ്ട് ടീമിനും ടഫ് മാച്ചാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പോർച്ചുഗൽ മുന്നോട്ട് പോകണമെന്നാണ്. പോർച്ചുഗൽ ഗോൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഗോൾ അടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. സ്പെയിനിൻ്റെ ഡിഫൻസ് ഇന്നേ വരെ ഈ വേൾഡ് കപ്പിൽ പൊട്ടിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അത് പൊട്ടിക്കാൻ ക്രിസ്ത്യാനോക്കും സംഘത്തിനും കഴിഞ്ഞാൽ കളി പോർച്ചുഗൽ തന്നെ ജയിക്കും. USA വേഴ്സസ് ബെൽജിയം പോരാട്ടമാണ് മറ്റൊരു കളി. അത് ചൊവ്വാഴ്ച പുലർച്ചെ 5:30 മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ USA ഇപ്പോൾ നല്ല ഫോം നിൽക്കുകയാണ്. ബെൽജിയത്തിൻ്റെ ഫോമാണെങ്കിൽ അത്ര കൺസിസ്റ്റൻ്റ് അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പാണ്. അപ്പോൾ ഹോം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് USA മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുശേഷം നമ്മൾ ചൊവ്വാഴ്ച രാത്രി 9:30 മത്സരം
അർജൻറ്റീന ഈജിപ്തുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അർജൻറ്റീന കേപ്പ് വെർദയ്ക്ക് മുന്നിൽ ഒന്ന് ശരിക്കും പതറി. നെയ്മർ എന്നുള്ളൊരു പോരാട്ടത്തിലേക്ക് കേപ്പ് വെർദെ പോയപ്പോൾ അർജൻറ്റീനയ്ക്ക് ബുദ്ധിമുട്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈജിപ്ത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് റണ്ണൊക്കെയാണ് നടത്തിയതെങ്കിലും അർജൻറ്റീനയെ അവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അർജൻറ്റീന തന്നെ മുന്നോട്ട് പോകുന്നു. സോ അർജൻറ്റീനയ്ക്ക് ഓൾമോസ്റ്റ് ഈസി എന്നുള്ളൊരു പാത്താണ്. പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കേപ്പ് വെർദെ അവരെ വിറപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേപ്പ് വെർദെ ആണ് അവരുടെ റൗണ്ട് ഓഫ് 32 എതിരാളികൾ. ഇനിയിപ്പോൾ ഈജിപ്താണ് അടുത്ത എതിരാളികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ പോർച്ചുഗലിനൊക്കെ നോക്കണം. പോർച്ചുഗലിൻ്റെ എതിരാളിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞത് ആരാണ്? അതിന് ഇനി അടുത്തത് വരാനുള്ളത് ആരാണ്? ക്രൊയേഷ്യ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇതാ സ്പെയിൻ വരുന്നു. അപ്പോൾ അങ്ങനെ പോർച്ചുഗലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇനിയിപ്പോൾ ബെൽജിയമോ USA ഒക്കെ വരാനുള്ളൊരു സാധ്യത അടുത്തതായിട്ട് നമ്മൾ കാണുകയും വേണം. സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല അവിടെ. പക്ഷേ അർജൻറ്റീനയ്ക്ക് പൊതുവേ കാര്യങ്ങൾ ഈസി പാത്താണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ കൊളംബിയ എത്താനുള്ള സാധ്യതയുണ്ട്, നമ്മൾ തള്ളിക്കളയുന്നില്ല. അതേസമയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച തന്നെയാണ് സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലുള്ള കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 1:30 ആ കളിയിൽ സ്വിറ്റ്സർലൻഡ് തീർച്ചയായിട്ടും നന്നായി പോരാടും. പക്ഷേ കൊളംബിയയുടെ ടീമിൻ്റെ ഒരു മികവ് വെച്ച് കളി കൊളംബിയ ജയിക്കേണ്ടതാണ്. ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് മാച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ടീമാണ് എളുപ്പം ഈസി പാത്തിൽപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് അർജൻറ്റീന എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഫ്രാൻസുമാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്നാൽ നല്ല ഡിഫിക്കൽട്ട് മോഡിലുള്ള മാച്ചിലേക്ക് പോയിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ചും മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചുമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് മോഡിലുള്ള മത്സരങ്ങൾ. ഒരു മോഡറേറ്റ് ഡിഫിക്കൽറ്റി എന്ന രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബ്രസീൽ വേഴ്സസ് നോർവേ, അതുപോലെ തന്നെ കാനഡ വേഴ്സസ് മൊറോക്കോ, പിന്നെ USA വേഴ്സസ് ബെൽജിയം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ മത്സരങ്ങൾ മോഡറേറ്റ് ഡിഫിക്കൽറ്റിയിൽ നമുക്ക് പറയേണ്ടിയും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കളി ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ നിർബന്ധമായും നമ്മൾ മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട കളികൾ, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ടീമുകളുടെ കളി നമ്മൾ കാണും. പക്ഷേ ഫുട്ബോൾ പ്രേമികൾ എന്ന നിലയിൽ മറ്റ് കളികൾ നമ്മൾ കാണുമല്ലോ. അപ്പോൾ ചില കളികളൊക്കെ നമ്മൾ മിസ് ചെയ്യാം. റൗണ്ട് ഓഫ് 16 ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ മിസ് ചെയ്തോളണമെന്നില്ല. ആകെ 8 കളികളല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട കളികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കളികൾ, ഒന്ന് തീർച്ചയായിട്ടും പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ചാണ്. മറ്റൊന്ന് മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടമാണ്. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കളി സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ മാച്ചാണ്. ഇതാണ് നമുക്ക് 3 മത്സരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.